നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കേരള പോലീസ് ദുരന്തങ്ങളിൽ ജനങ്ങളോടൊപ്പം ചേർന്നു നിൽക്കുന്ന സേനയാണെന്ന് മുഖ്യമന്ത്രി. കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയൻ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന സേനയായി പ്രവർത്തിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിൽ പല കാര്യങ്ങളിലും പ്രത്യേകം വിഭാഗങ്ങളുള്ളതുപോലെ എല്ലാതരം പരിശീലനവും പൂർത്തിയാക്കിയ ഏതൊരു ആപൽഘട്ടത്തെയും നേരിടാൻ കഴിയും വിധമുള്ള ഒരു വിഭാഗം പോലീസ് സേനയിൽ തന്നെ ഈ സാഹചര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ആവശ്യമായ നടപടികൾ തുടർന്ന് നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വലിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന അവസ്ഥയുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, ക്രിമിനോളജി, വിക്ടിമോളജി, സൈബർ ഫോറൻസിക്, സൈബർ ക്രൈം ഇത്തരം വിഷയങ്ങളിലെല്ലാം നല്ല അവഗാഹം നേടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ സമൂഹത്തിൽ പ്രത്യേക രീതിയിൽ കാണേണ്ടതും പെരുമാറേണ്ടതും. മാങ്ങാട്ടുപറമ്പ് കേരള ആംഡ് പോലീസ് 4-ാം ബറ്റാലിയൻ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന കേരള ആംഡ് പോലീസ് 2-4 ബറ്റാലിയനുകളുടെ റിക്രൂട്ട് സേനാംഗങ്ങളുടെ നിയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യം തന്നെ വലിയ ഞെട്ടലോടെ കണ്ട വയനാട് ദുരന്തത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്താനായി എത്തിയ ഏതൊരു ഏജൻസിയോടും കിടപിടിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് കേരള പോലീസ് കാഴ്ചവെച്ചതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, എം ബിജിൻ MLA, ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ, സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ADGP ആംഡ് പോലീസ് ബറ്റാലിയൻ MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIG-യുടെ അധിക ചുമതലയുള്ള G ജയദേവൻ, KAP-2 ബറ്റാലിയൻ കമാൻഡർ R രാജേഷ്, KAP-4 ബറ്റാലിയൻ കമാൻഡർ അരുൺ K പവിത്രൻ എന്നിവരും മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. സമഗ്ര ന്യൂസ്, കണ്ണൂർ.